ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ തനിച്ചിരുന്ന് ഡ്രോയിങ് ചെയ്യാം. ഒരു പിക്ചറേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 1 2 3 ബ്ലം. ഇതാണ് ഗൈസ്, ഈ സാധനമാണ് ഞാൻ വരച്ചത്. സാധനം എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ മഹാദേവനെയാണ് ഞാൻ വരച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ് കേട്ടോ. ഞാൻ അത്രയ്ക്ക് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ സാധനമാണെങ്കിൽ ഫ്ലോപ്പായില്ല, നടന്നു, സക്സസ് ആയി. എൻ്റെ അച്ഛനാണെങ്കിൽ നല്ലോണം വരയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഗൈസ്, ഇത് ഞാൻ എന്തോത്തിന് ഇവിടെ ഡാർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ ഷെയ്ഡിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ ബൗണ്ടറീസിലൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഡോറയും അമ്മയും അപ്പൂപ്പനും എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. താഴെ കിടന്ന് നല്ല ഉറക്കമാണ്. ആഹാരം എല്ലാവരും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഡോറയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. ഡോറ ഞാൻ എടുത്തുകൊണ്ട് വന്നാന്ന് വെച്ചാൽ അവൾ അത് വേണം ഇത് വേണം, പിന്നെ ഡ്രോയിങ് ചെയ്യാൻ അവൾ സമ്മതിക്കത്തില്ല. അങ്ങനെ അവളെ ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല ഗൈസ്. പിന്നെ ഞാൻ ചോറ് കഴിച്ചില്ലായിരുന്നു. ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഞാനിതങ്ങ് വരച്ച് തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞാനങ്ങ് വരച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ഡാർക്കാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ആർട്ട് മേഡം പറഞ്ഞിട്ടൊരു സാധനം. അത് ഒരു പേപ്പർ സ്റ്റാമ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ സെറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന്. അപ്പോൾ അവൾ അതിനകത്ത് നിന്ന് എനിക്ക് 2 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലാർജും പിന്നെ അതിൻ്റെ അടുത്ത് ഒരു തിന്നും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പെൻസിൽ വെച്ച് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഹെഡിൽ ഞാൻ ഇതേപോലെ വരയിട്ടതെന്ന് വെച്ചാൽ അവിടെ ആ ഞാൻ പറഞ്ഞില്ലേ ഒരു പേപ്പർ സ്റ്റെമ്പ് ഉണ്ട്. എന്താണ് കൈസ്, ഈ സാധനമാണ് പേപ്പർ സ്റ്റെമ്പ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നല്ലോണം ബ്ലെൻഡ് ആവുന്നുണ്ട് എല്ലാ സൈഡും. അതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിൽ ഞാൻ ഇതേപോലത്തെ പോർഷൻസ് കൊടുത്തേ ഗൈസ്. ഇതിൻ്റെ അപ്സരയുടെ B1 തുടങ്ങിയിട്ട് B10 വരെ വരുന്നിട്ടുള്ള കുറച്ച് പെൻസിലിൻ്റെ അതറിയാലോ, ഷെയ്ഡിങ്ങിൻ്റെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിത് ഓൺ വോയിസ് ഇട്ടയാണ് ഗൈസ്. ഓൺ വോയിസ് ഇട്ട വഴിക്ക് ഡോറ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കുരയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, അപ്പുറത്തെ വീട്ടിലെ നല്ല റോഡിൽ പോകുന്ന ഏത് പട്ടീനെ കണ്ടാലും ഇത് കിടന്ന് കുരയ്ക്കും. ചുമ്മാ കിടന്നും കുരയ്ക്കും. അത് കിടന്ന് കുരച്ചാൽ പിന്നെ ഇതും നിർത്താതെ കുരയ്ക്കും. അതാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഡോറ ഈ കട്ടിലിൻ്റെ കീഴിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നല്ല, ഡോറ ഇല്ലാത്ത സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റെല്ലാം തട്ടിക്കുടഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കാണ്. ഞാൻ ആഹാരമൊക്കെ കഴിച്ച് റെഡിയായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം കോർണേഴ്സ് എല്ലാം ഞാൻ ഇതേപോലെ ഇൻ ചെയ്ത് വെക്കും. ബാക്കി വരുന്ന ബെഡ്ഷീറ്റ് ഞാൻ ഇൻ ചെയ്ത് വെക്കും. ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ ചെയ്യും. ഫ്രണ്ടിൽ ചെയ്യുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡോറ ഇങ്ങനെ ബെഡ്ഷീറ്റ് എടുത്ത് വലിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലും ചെയ്യും. പണ്ട് ഞാൻ ബാക്കിലേ ചെയ്യാറുള്ളായിരുന്നു. ഇപ്പോൾ എലാസ്റ്റിക് ബെഡ്ഷീറ്റൊക്കെ ഇറങ്ങിയോണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. എലാസ്റ്റിക് ബെഡ്ഷീറ്റ് ഞാൻ സത്യത്തിൽ മുകളിലാണ് ഇടുന്നത്. അവിടെ മുകളിൽ 2 ബെഡ്റൂം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഡോറയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കാല ഇങ്ങനെ നക്കുന്നു. അങ്ങനെ ഞാൻ അവളെ അങ്ങ് എടുത്തു കേട്ടോ. ഈ കുഞ്ഞു കുരിപ്പാണെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും നമ്മുടെ അടുത്ത്. പക്ഷേ ഇവൾക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പം ആരെ കണ്ടാലും അവൾക്കൊരു അതില്ല. പക്ഷേ ഐസ് എടുത്താൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കോളിൽ എടുക്കത്തില്ല. ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും ഗൈസ്. ഇതിന് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്ത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു കുഞ്ഞടവും കൂടെ ആട്ടോ ഇത്. നമ്മൾ എന്തെങ്കിലും സാധനം കൊടുക്കില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചാടി വന്ന് എത്തി വെക്കും. പക്ഷെ ഡയറി മിൽക്കൊന്നും കൊടുത്തുകൂടാ. അതിൻ്റെ കുഞ്ഞ് സൈഡെടുത്ത് ഞാൻ ഇച്ചിരി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം അമ്മ കൊടുത്തെന്ന് വിചാരിച്ചോ, അമ്മ എടുത്ത് അപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൂപ്പൻ കൊടുത്തെന്ന് വിചാരിച്ചോ, അങ്ങനെ അപ്പൂപ്പൻ എടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ കൊടുക്കുന്നവർക്ക് മാത്രമേ സ്നേഹം കാണും. നമ്മൾ ഇത്രയും നേരം സ്നേഹിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്ത് സ്നേഹിക്കത്തില്ല. ഇങ്ങനെ തിരിഞ്ഞ് അങ്ങ് മാറി അങ്ങ് പോകും. പക്ഷേ സ്നേഹമില്ലെന്നല്ല, അവളുടെ പ്രായം അതേപോലെയല്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഗൈസ്, അവൾ തൂക്കിനിടയ്ക്ക് വന്ന് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ചൂല്
നമ്മളിങ്ങനെ തൂക്കുന്ന വഴിക്ക് ഈ ചൂലിങ്ങനെ അനങ്ങത്തില്ല. അപ്പോൾ അവൾ വിചാരിക്കുന്നത് നമ്മൾ അവളെ കളിപ്പിക്കുകയാണെന്ന്. അങ്ങനെ അവൾ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് പമ്മി ഇരുന്നിട്ട് അതിനെ ഇങ്ങനെ കടിക്കും. അങ്ങനെ ഞാൻ ചൂല് അവിടെ കൊണ്ടുവിട്ടപ്പോഴത്തേന് അടുക്കളയിൽ നിന്ന് ചൂലെടുത്തുകൊണ്ട് വന്നിരുന്ന് കടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാണ് ഞാൻ കട്ടിലിൻ്റെ കീഴിലെല്ലാം തൂത്ത് റെഡിയാക്കി ഇട്ടിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കുകയാണ്. ഞാൻ ബ്രഷ് എല്ലാം ചെയ്ത് എൻ്റെ ഹെയർ എന്താ വെച്ചാൽ ഞാൻ വൈകിട്ടാണ് കുളിക്കുന്നത്. ഹെയർ കുളിക്കും. അങ്ങനെ ഹെയറെല്ലാം കെട്ടി മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ ഇതൊക്കെ തന്നെ ഗൈസ് എൻ്റെ ഇന്നത്തെ രാത്രി. പക്ഷേ ഡോറ ടാറ്റ പറഞ്ഞില്ലല്ലോ ഗൈസ്. നമുക്ക് ഡോറയുടെയും കൂടെ കാണിച്ച് ടാറ്റ പറയിക്കാം. ഡോറ ഇങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇത് കണ്ടോ? ദാണ്ട് ഗൈസ് ഇതാണ് ഡോറയുടെ ശീലം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.